നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിന് ശേഷം വീണ്ടും ഒരാൾ കൂടി ശബരിമല കൊള്ളക്കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. കൃത്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും SIT ഇത്രയും ദിവസം ചോദ്യം ചെയ്യലിൽ നിന്നാണ് മറ്റൊരു പേര് കൂടി, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളെ കൂടി ദേവസ്വം ബോർഡിൽ നിന്ന് SIT ഇപ്പോൾ തൂക്കിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഈ വ്യക്തിയിൽ നിന്നായിരിക്കും അടുത്ത ഇതിലേക്ക് പങ്കുള്ള മറ്റൊരു വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളുടെയോ പേരുകൾ കേൾക്കാനായിട്ട് സാധിക്കുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവും കഴിഞ്ഞ് ഇപ്പോൾ ഒരാൾ കൂടി കസ്റ്റഡിയിലായിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മൂന്നാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ആണ് ഇപ്പോൾ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ തിരുവനന്തപുരം മീഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് നടപടികളിലേക്ക് SIT കടന്നിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം റാന്നി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം പോറ്റിയുടെ സുഹൃത്തും ഇടനിലക്കാരനുമായ വാസുദേവനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ദ്വാരപാലക ശില്പങ്ങളിലേത് ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയതും മഹസറിൽ ക്രമക്കേട് കാട്ടിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കവരാൻ അവസരമൊരുക്കിയതിൽ സുധീഷ് കുമാറിനും പങ്കുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതനുസരിച്ചാണ് അറസ്റ്റ് നടപടികൾ ഉണ്ടായിരിക്കുന്നത്. SP ശശീന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. 2019 ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ. അതായത് ആ കാലയളവിൽ സുധീഷ് കുമാറും അവിടെ ജോലി ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നേരിട്ടുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു തുമ്പ് സുധീഷ് കുമാറിലോട്ടും നീങ്ങിയത്. ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തിയാണ് സുധീഷ് കുമാർ പോറ്റിയെ സ്പോൺസർ ആക്കാമെന്ന ശുപാർശ ബോർഡിന് നൽകിയത്. സ്വർണം പൊതിഞ്ഞതെന്ന് അറിഞ്ഞിട്ടും പാളികൾ ഇളക്കിയ സമയത്തും ചെമ്പെന്ന് രേഖപ്പെടുത്തി എന്നതാണ് സുധീഷ് കുമാറിന്റെ വീഴ്ച. ഏറ്റുവാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലാതിരുന്നിട്ടും മഹസറിൽ പോറ്റിയുടെ പേര് എഴുതിയതും സുധീഷ് കുമാർ ആയിരുന്നു. സ്വർണം കവരാൻ മുരാരി ബാബുവിനൊപ്പം ചേർന്ന് സഹായം ചെയ്തെന്നാണ് നിഗമനം. ശബരിമലയിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന സുധീഷിനെ 1998 ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ സ്വർണം പൂശിയത് അറിയാമായിരുന്നുവെന്നും എന്നാൽ ചെമ്പ് പാളികൾ എന്നാണ് രേഖപ്പെടുത്തി നൽകിയതെന്നുമാണ് വിജിലൻസ് കണ്ടെത്തിയിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൊണ്ടുപോയ സമയത്ത് അശ്രദ്ധമായാണ് മഹസർ തയ്യാറാക്കിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികളുടെ കയ്യിലാണ് സ്വർണം കൊടുത്തുവിട്ടതെന്നും കണ്ടെത്തൽ ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് സുധീഷിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ഇവിടെ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനെയും ചോദ്യം ചെയ്യുവാനായി SIT വിളിച്ചു വരുത്തിയിരുന്നു. കാണാതായ സ്വർണ്ണപീഠം സൂക്ഷിച്ചത് വാസുദേവനാണ്. ശബരിമലയിലെ സ്പോൺസർമാരുടെ പട്ടികയിൽ വാസുദേവനും ഉണ്ടായിരുന്നു. നിലവിലെ തിരുവാഭരണം കമ്മീഷണറായ രജി ലാലിനെയും SIT വിളിച്ചു വരുത്തിയിരുന്നു. ഈ വർഷം പാളികൾ കൊണ്ടുപോകുന്നതിനെ എതിർത്തത് രജിലാലായിരുന്നു. വാസുദേവനെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുകയാണ് ഉണ്ടായത്. അതിനിടെ 1998 ശബരിമലയിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട രേഖകൾ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് SIT പിടിച്ചെടുത്തു. വിജയ് മല്യ നൽകിയ സ്വർണം ഏതൊക്കെ രീതിയിൽ എത്ര അളവിലാണ് ഉപയോഗിച്ചതെന്നായിരുന്നു ബന്ധപ്പെട്ട നിർണായക രേഖകളാണ് സംഘത്തിന് ലഭിച്ചത്. രേഖകൾ ആവശ്യപ്പെട്ടെങ്കിലും ഇത് ലഭ്യമല്ലെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് SIT വിശദമായ പരിശോധന നടത്തി രേഖകൾ കണ്ടെടുത്തത്. ദ്വാരപാലക ശില്പങ്ങളിൽ എത്ര അളവിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്നതടക്കമുള്ള വ്യക്തമായ വിവരങ്ങൾ ഇതോടെ SITക്ക് ലഭിക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പ്രത്യേക സംഘം ഇയാളെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. സുധീഷ് കുമാറിന്റേത് കേസിലെ മൂന്നാമത്തെ അറസ്റ്റാണ്. ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെയാണ് സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. നേരത്തെ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതും തുടർന്നുള്ള അറസ്റ്റും. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലേത് സ്വർണ്ണപ്പാളികളല്ലെന്നും ചെമ്പുപാളികളാണെന്നും റിപ്പോർട്ട് ചെയ്തത് സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ആയിരുന്നു. വിജയ് മല്യ ശബരിമലയിൽ സ്വർണം പൂശിയ കാലത്തെ ഫയലുകൾ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കണ്ടെത്തി. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ
മരാമത്ത് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നാണ് രേഖകൾ ലഭിച്ചത്. നേരത്തെ ഈ രേഖകൾ ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നെങ്കിലും കാണാനില്ലെന്നായിരുന്നു മറുപടി. 30.3 കിലോഗ്രാമോളം സ്വർണം ഉപയോഗിച്ചുവെന്നാണ് കരുതുന്നത്. വിജയ് മല്യ എത്ര സ്വർണം ഉപയോഗിച്ചുവെന്നത് കൃത്യമായി രേഖകളിൽ നിന്ന് വ്യക്തമാകും. ഇത് പരിശോധിച്ച ശേഷം ഇപ്പോഴുള്ള സ്വർണത്തിന്റെ അളവ് കണക്കാക്കും. ഇതിലൂടെയാകും സ്വർണത്തിന്റെ കുറവ് കണ്ടെത്തുക. അതോടൊപ്പം മറ്റു ചില ദുരൂഹതകൾ കൂടി കേസിൽ ഉയരുന്നുണ്ട്. അതായത് ദേവസ്വം വിജിലൻസ് അന്വേഷണം ആധാരമാക്കിയുള്ള ക്രൈംബ്രാഞ്ച് FIRൽ നിന്നും പ്രധാന വ്യക്തികളെ ഒഴിവാക്കി എന്നാണ് റിപ്പോർട്ടുകൾ. ഏത് സമ്മർദ്ദത്തിലാണ് ഉന്നതർ ഒഴിവാക്കപ്പെട്ടതെന്ന ചോദ്യത്തിന് തൃപ്തികരമായ വിശദീകരണമില്ല. കേസ് അന്വേഷിക്കുന്നത് ഹൈക്കോടതി നിയമിച്ച പ്രത്യേക സംഘമായതിനാൽ അല്പം വൈകിയാലും ഉന്നതർ പ്രതിപ്പട്ടികയിൽ വന്നേക്കാമെന്നാണ് പ്രതീക്ഷ. വിജിലൻസ് റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് FIR എന്നതും ശ്രദ്ധേയമാണ്. ഇത് ഹൈക്കോടതി പരിഗണനയിലും എത്തിയില്ല. വിജിലൻസിനും ക്രൈംബ്രാഞ്ചിനും മേലെ സർക്കാർ സമ്മർദ്ദമുണ്ടോ എന്ന സംശയം ശക്തമാണ്. ദ്വാരപാലക പാളി മോഷണവുമായി ബന്ധപ്പെട്ട് 3700/25 നമ്പർ FIRൽ ദേവസ്വം ഉന്നതരെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നതാണ് പ്രധാന ചോദ്യം. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും രണ്ടാം പ്രതി മുരാരി ബാബുവിനെ മാത്രം കേന്ദ്രീകരിച്ചാണ് കേസിൽ SIT അന്വേഷിച്ചത്. സ്വർണം പൊതിഞ്ഞ പാളികൾ പരിശോധിച്ച് ചെമ്പെന്ന് രേഖപ്പെടുത്തിയ ദേവസ്വം ഗോൾഡ് സ്മിത്തിനെ SIT ചോദ്യം ചെയ്യാത്തതും ക്രൈംബ്രാഞ്ചിൽ തന്നെ സംസാരമാണ്. കട്ടിളപ്പാളിക്കൊള്ള സംബന്ധിച്ച് 3701/25 നമ്പർ FIRൽ ദേവസ്വം ബോർഡ് കമ്മീഷണർ N വാസു, മുൻ പ്രസിഡന്റ് A പത്മകുമാർ അടക്കമുള്ളവരാണ് പ്രതിസ്ഥാനത്ത്. പ്രതിപട്ടികയിൽ ഇവർ 8ാം സ്ഥാനത്താണ്. ഇവർ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കാളികളല്ല എന്ന മുൻവിധിയിലായിരുന്നു ദേവസ്വം വിജിലൻസ് അന്വേഷണം എന്നതിന് തെളിവാണിത്. ഇവിടെയും കേസിൽ 1ഉം 2ഉം പ്രതികൾ പോറ്റിയും മുരാരി ബാബുവുമാണ്. തുടക്കം മുതൽ തന്നെ അന്വേഷണം ഇവരിലേക്ക് കേന്ദ്രീകരിക്കാൻ ദേവസ്വം വിജിലൻസ് വഴിയൊരുക്കിയെന്ന സംശയമാണ് ബലപ്പെടുന്നത്. ഇക്കാര്യത്തിൽ CPMന് പങ്കുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണ്. 2019 ശബരിമല പുറപ്പെടാശാന്തിയെയും ചോദ്യം ചെയ്യാത്തത് വീഴ്ചയാണ്. ഭസ്മവും യോഗദണ്ഡവും അണിഞ്ഞ് യോഗനിദ്രയിലായിരുന്ന അയ്യപ്പ സ്വാമിയെ ആചാര കർമ്മങ്ങളിലൂടെ ഉണർത്തിയാണോ വാതിൽ പാളികൾ ഇളക്കിയെന്നത് പരിശോധിക്കേണ്ടത് ദേവസ്വം വിജിലൻസ് ആണ്. SITക്ക് ശബരിമലയിലേത് ഗൗരവമുള്ള ഒരു കവർച്ച കേസ് മാത്രം. വിവിധ ദിവസങ്ങളായി പാളികൾ ഇളക്കി മാറ്റിയപ്പോൾ സന്നിധാനത്തുണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യേണ്ടതായിരുന്നു. ദേവസ്വം ഗാർഡുകളും ഇതിൽപ്പെടും. ദ്വാരപാലക ശില്പപാളികൾ പോലീസ് സംരക്ഷണമില്ലാതെ സന്നിധാനത്ത് നിന്ന് കടത്തിയ കുറ്റത്തിൽ നിന്ന് ദേവസ്വം ഉന്നതർക്ക് ഒഴിഞ്ഞു മാറാനാകാത്ത സാഹചര്യത്തിൽ അവരെ എന്തുകൊണ്ട് 3700/25 നമ്പർ FIRൽ ഉൾപ്പെടുത്തിയില്ല എന്നതും പ്രസക്തമാണ്. ഏതായാലും മുരാരി ബാബുവിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മാത്രം അന്വേഷണം ഒതുങ്ങുന്നു എന്നുള്ള ചില ഒരു ദുരൂഹതകളും ഇതിനൊപ്പം ഉയരുന്നുണ്ട്. കൂടുതൽ ആളുകളിലേക്ക്, അതായത് ചില വമ്പന്മാരിലേക്ക്, ഇതിന് പിന്നിലുള്ള വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എന്തുകൊണ്ട് എത്തുന്നില്ല? ആരെയെങ്കിലും മനഃപൂർവ്വം മൂടിവെക്കാനുള്ള അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണോ അന്വേഷണത്തിൽ നടക്കുന്നത് എന്നുള്ള ചോദ്യം കൂടിയാണ് ഇതിനൊപ്പം ഉയരുന്നത്. ഏതായാലും ഇനി തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ, തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ വരുമ്പോൾ ഈ കേസ് അതിനോടൊപ്പം മൂടി പോകാതിരുന്നാൽ ഭാഗ്യം. തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളത്, ഏത് ഉന്നതനാണെന്നുണ്ടെങ്കിലും നിയമത്തിന്റെ നടപടികൾക്ക് മുൻപിൽ കൃത്യമായിട്ട് എത്തിക്കാനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.